നീർച്ചാൽ ടൗൺ ഒരു 1/2 കിലോമീറ്റർ അകലത്തിൽ വീടൊക്കെ വെക്കാൻ പറ്റിയ ഒരു 14 സെൻറ്റ് സ്ഥലം അലുവാ കഷ്ണമാരത്തെ കീഴിലെ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടോ. ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉള്ളത്, അതും ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഈ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ ചില പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്ത് കണ്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ ഒന്ന് പോയി നോക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകും. നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിൽ നമുക്ക് കാസർഗോഡ് ടൗണിൽ നിന്നൊക്കെ വരാണെങ്കിൽ ഏകദേശം ഒരു 12 കിലോമീറ്റർ ദൂരമാണ് നമ്മൾ നീർച്ചാൽ ടൗണിലേക്ക് എത്തും. നീർച്ചാൽ ടൗണിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ട് മല്ലാടുക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് നമുക്ക് ബദിയടുക്ക പഞ്ചായത്തിലും വില്ലേജ് വരുന്നത് നീർച്ചാൽ വില്ലേജിലും പെട്ട സ്ഥലമാണ്. പിന്നെ താലൂക്ക് കാസർഗോഡാണ്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ പ്ലോട്ടിനകത്തോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തോട്ട് വരാം 3 വഴിക്ക് വരാം. അതായത് നമുക്ക് ഈ റോഡ് വരുന്നത് നമ്മൾ ബദിയടുക്ക കുമ്പള റോഡിൽ നിന്ന് നീർച്ചാലിൽ നിന്ന് വരുന്ന റോഡാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററാണ് അങ്ങോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കന്യാപ്പാടി പെർഡാല പോണ റോഡാണ്. അങ്ങോട്ട് ഏകദേശം ഒരു 300 മീറ്റർ ദൂരമുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഈ സൈഡിൽ കൂടെ പ്ലോട്ടിൻ്റെ ഈ സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട്. ഈ റോഡ് പോകുന്നത് നമുക്ക് നീർച്ചാലിൽ നിന്ന് മാഞ്ഞ് പോണ റൂട്ടിലോട്ടുള്ള അങ്ങോട്ടുള്ള റോഡാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 300 മീറ്റർ ദൂരമാണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും മൊത്തത്തിലും പോയിട്ട് നോക്കാം. ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ കാണാം. അപ്പോൾ നമ്മൾ പ്ലോട്ടിൽ കൊണ്ട് വരുമ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫുള്ള് നല്ല ലെവലായി കിടക്കുന്ന സ്ഥലം കേട്ടോ. നല്ല കിണ്ണം കാഴ്ച മുതൽ സ്ഥലമാണ്. ചുറ്റുഭാഗം ഇതാക്കണം, മതിലെല്ലാം കെട്ടി ബൗണ്ടറിയിൽ അതിലെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു പ്ലോട്ട് നിങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് 2 വീട് വെക്കണം എന്നുണ്ടെങ്കിൽ 2 വീടെല്ലാം വെക്കാം. ഇനിയിപ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ ചുറ്റുപാടും വീടുകളൊക്കെ ഉള്ള നല്ലൊരു സൈലൻ്റ് ആയിട്ടൊരു ഏരിയയാണ് കേട്ടോ. ടൗണിൽ നിന്നുള്ള വാഹനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടോ അങ്ങനത്തെ സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു ഏരിയയാണ്. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇത് 2 പ്ലോട്ടാക്കി വേണമെങ്കിൽ തിരിക്കുക. 7 സെൻറ്റ് 7 സെൻറ്റ് ആയിട്ട് അങ്ങനെ 2 പ്ലോട്ടാക്കി വേണമെങ്കിൽ തിരിക്കുക. 2 വീട് വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലാണ് വീട് വെക്കണമെങ്കിൽ ഇവിടെ നമുക്ക് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കിഴക്കോട്ടാണ് ദർശനം വരുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് ഈ സൈഡിൽ ഇവിടെയാണ് വീട് വെക്കണമെങ്കിൽ ഇവിടെ നമുക്ക് തെക്കോട്ട് ദർശനം വരുന്നുണ്ട്. ഈ സൈഡിൽ നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നതാണ്. അപ്പോൾ നല്ലൊരു സ്ഥലം തന്നെ, വന്ന് കണ്ട് എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഈ സ്ഥലം വരുന്ന നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഏകദേശം ഒരു 40ഓളം വീടുകൾ ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. കൂടുതലും ഹിന്ദുസാണ് താമസിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നമ്മൾ കാസർഗോഡ് ഉള്ള പ്രശസ്തമായ അമ്പലം എന്ന് പറഞ്ഞാൽ നമുക്ക് മധു ടെമ്പിളിലോട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരമുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ബദിയടുക്കലോട്ടൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 കിലോമീറ്റർ ദൂരമുള്ളത്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാവുമ്പോൾ നമുക്ക് പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടേണ്ടി വരുമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററിൽ നീർച്ചാലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 കിലോമീറ്ററിൽ ബേളയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കോളേജുകളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരും നമുക്ക് പ്ലോട്ടിനകത്ത് ഇപ്പോൾ നിലവിൽ കറണ്ടിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 3 ഫേസ് കറണ്ട് കണക്ഷനെല്ലാം ഉള്ളതാണ്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു വീട് വെച്ച് താമസിക്കുമ്പോൾ നമുക്ക് വെള്ളം എന്തായാലും നിർബന്ധമാണല്ലോ. വെള്ളത്തിൻ്റെ സൗകര്യത്തിനാണ് നമുക്ക് ഒരു കിണറോ അല്ലെങ്കിൽ ബോർവെല്ലൊക്കെ ആക്കി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. നിലവിലിപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള പ്ലോട്ടുകളിലെല്ലാം കിണറാണുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഏരിയയാണ്. പിന്നെ നമുക്ക് പഞ്ചായത്ത് വെള്ളത്തിൻ്റെ കണക്ഷനെല്ലാം ഇവിടെ വരെ ഉള്ളതാണ്. ഒരു വീട് വെച്ച് താമസിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം ആക്കി തരുകയും ചെയ്യും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കുമ്പളയിൽ എത്തിക്കഴിഞ്ഞാൽ അതുപോലെ ബദിയടുക്കലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ സൗകര്യം ഉണ്ട്. നമുക്ക് ഇവിടെ നീർച്ചാലിൽ എത്തിക്കഴിഞ്ഞാലാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അത്യാവശ്യം വേണ്ട ക്ലിനിക്കുകൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല കിഡിലെ ഒരു പ്ലോട്ടിനാണ്, നല്ല ലെവലായി കിടക്കുന്ന സ്ഥലമാണ്. കണ്ണായ സ്ഥലം എന്നൊക്കെ പറയില്ലേ, അടിപൊളി ഒരു കിഡിലം പ്ലോട്ടാണ്. സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ നീർച്ചാൽ ടൗണിൽ നിന്ന് വെറും 1/2 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് 3 വഴി ആക്സസ് ഉണ്ട്. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഓണറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ 97 95 18 18 86 ഈ ഒരു സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് 1,40,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷിച്ചിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. ബൈ ബൈ.